എല്ലാവർക്കും നമ്മുടെ ബ്ലാക്ക് മീലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതേപോലത്തെ ഒരു അടിപൊളി ബുക്കുമായിട്ടാട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ബുക്ക് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകണമെന്നായിരിക്കും നിങ്ങൾ ചോദിക്കാൻ പോകണേ. നമ്മൾ ഇന്ന് ഇതിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യാൻ പോകും. അപ്പം നമ്മൾ 2 ബുക്ക് വെച്ചിട്ട് ഇതിൻ്റെ പവർ എത്രത്തോളം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ എത്രത്തോളം ഭാരത്തിന് ഇത് വഹിക്കാൻ പറ്റും നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാമല്ലോ. അപ്പോൾ നമുക്കതിന് ടെസ്റ്റിങ്ങിൽ കിടക്കാം. അപ്പം നിങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിലൊരു റിസൾട്ട് ആയിരിക്കും ഇതിനുള്ളിൽ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോ കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇവിടുത്തെ ബെല്ലൈക്കൺ ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും. നേരെ വീഡിയോ കിട്ടുമല്ലോ. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിലേക്കാണ് എന്തിട്ടുണ്ട്, നമ്മൾ 2 ബുക്ക് എടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ബുക്കുകൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 ബുക്കിൻ്റെ ഏറ്റവും അവസാനത്തെ പേജ് അങ്ങ് എടുക്കാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു എഡ്ജ് എടുത്തിട്ട് ഇങ്ങോട്ട് കയറ്റി കൊടുക്കാം കേട്ടോ, വീഡിയോ കാണിക്കുന്ന പോലെ. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മറ്റേ പേജ് മടക്കാം, അതേപോലെ മറ്റേ പേജ് മടക്കാം, അടുത്തത് മടക്കാം, അടുത്തത് മടക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ മടക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അവസാനത്തെ പേജും കൂടി ഇങ്ങ് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ബുക്കൊക്കെ നല്ല സെറ്റാക്കി പാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അട്ടിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ല അടിപൊളിയാക്കി നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകട്ടോ. ടെസ്റ്റ് ചെയ്യാമല്ലേ. അപ്പോൾ നമുക്ക് കൈയും കൊണ്ട് വലിച്ചാൽ അതിൻ്റെ പവർ നമുക്ക് അതിൻ്റെ കറക്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടി നമുക്ക് ടൂൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സീ ക്ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ ടൈറ്റ് ചെയ്തെടുക്കാനാണ് ഈ സീ ക്ലാമ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേപോലെ നമ്മൾ 2 എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, 2 കവർ അങ്ങനെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ 2 നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെ കയറ്റി കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഫിക്സ് ആയിട്ട് ഇത് ടൈറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഒരു വശം ടൈറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഒരു സീ ക്ലാമ്പ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. സീ ക്ലാമ്പിന് ഏകദേശം ഒരു 160 രൂപ അങ്ങോട്ട് റേറ്റ് വന്നിരിക്കും ഞങ്ങൾക്ക്. അപ്പം ഇതും കൂടെ അങ്ങോട്ട് നമുക്ക് അയച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യാം, സീ ക്ലാമ്പ് നമുക്ക് പിടിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടി ലൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതും കൂടെ അങ്ങ് ലൂസ് ചെയ്യുക. അപ്പോൾ അടുത്ത സൈഡിലും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സീ ക്ലാമ്പ് അങ്ങ് ഫിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സൈഡും കൂടി നമ്മൾ സീ ക്ലാമ്പ് അങ്ങ് നല്ല അടിപൊളിയായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സാധനം സീ ക്ലാമ്പൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിൻ്റെ ബലം ഒന്ന് പരിശോധിക്കണം. ഞാൻ പിടിച്ച് നോക്കിയിട്ടൊന്നും ഇത് പോരുന്നില്ല. നല്ല അടിപൊളി ബലത്തിൽ ആണിത് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നമുക്കെന്തായാലും ഇതിൻ്റെ ബലം ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ. ഇങ്ങനെയൊക്കെ വെയിറ്റിംഗ് ആയിരിക്കും ഈ ബുക്കിന് ഇത്രത്തോളം ബലം ഉണ്ടെന്ന്. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ സീ ക്ലാമ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കയറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനും നമ്മുടെ സനുമച്ചാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സീ ക്ലാമ്പ് ടെസ്റ്റ് അടിച്ച് നോക്കാൻ വേണ്ടി 2 കയർ, അടിപൊളി കയർ എടുത്തിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, അപ്പോൾ ഇതിൻ്റെ ഒരു മൂല എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വശത്ത് കെട്ടാം. അതേപോലെ അപ്പുറത്തെ മൂല എടുത്തിട്ട് സനു അപ്പുറത്തെ വശത്തും കെട്ടട്ടെ. അപ്പം 2 മൂല നല്ല അടിപൊളിയായിട്ട് തന്നെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബലം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ബലത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ അടിച്ചു കുത്തി വീഴും കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബുക്കിൽ സീ ക്ലാമ്പൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി നമ്മുടെ ബുക്ക് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇവനൊന്ന് അങ്ങ് വലിച്ചു നോക്കാം. നമുക്ക് വലിക്കല്ലേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഇത്രത്തോളം ഇതിന് ബലം കൊടുത്തിട്ട് ഇത്രത്തോളം ബലം ഇതിന് കൊടുത്തിട്ട് ഇതിന് അനക്കമില്ല. ഞങ്ങൾ ഇവിടെ തൂങ്ങിക്കിടക്ക്. അപ്പൊ അത്രത്തോളം ബലമാണ് ഇതിന് വരുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറം ഒരു റിസൾട്ടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ളത്. ഞാൻ ഇത്രത്തോളം ഇതിന് പ്രതീക്ഷിച്ചില്ല.
ഞാൻ കണ്ടപ്പോൾ ഇത്രത്തോളം ഇതിനൊരു ബലം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന അപ്പുറം റിസൾട്ടാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബലം നമുക്ക് കുറച്ചുകൂടെ ടെസ്റ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാറൊന്ന് ഇതിൽ കെട്ടി വലിച്ചു നോക്കാം. എന്താ റിസൾട്ട് എന്ന് അറിയണ്ടേ? അപ്പോൾ നേരെ നമുക്ക് വിട്ടാലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞ നേരത്തെ കാറിൽ സെറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, കാറിൻ്റെ അടിയിലേക്ക് ഇത് കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ ഇവിടെ കാർ ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ഹുക്കിനുള്ളിലേക്ക് ഇത് കയറ്റി കൊടുക്കാം കേട്ടോ. കയറ് ഇത്ര ബലമുള്ള ഇത്ര ടൈറ്റുള്ള കയറ് കയറ്റാൻ പറ്റില്ല, എന്നാലും നമ്മൾ പരമാവധി ശ്രമിച്ചത് കയറ്റിയാണ്. അപ്പോൾ ഒരു വശത്ത് നമ്മൾ കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നേരെ എന്ത് ചെയ്യാം, വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് അതുപോലെ നമുക്ക് അപ്പുറത്തെ വശവും അങ്ങ് കയറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സൈഡ് നൈസായിട്ട് കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വലിച്ച് ടൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗം നൈസായിട്ട് അങ്ങ് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി എന്ത് ചെയ്യാം, ഈ ഭാഗവും ടൈറ്റ് വലിച്ചെടുത്തിട്ട് നമുക്ക് സീ ക്ലാമ്പിലേക്ക് ഈ ബാക്കിയുള്ള സാധനം കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, ഇവനെ ഒന്നങ്ങ് ടെസ്റ്റ് അടിച്ച് നോക്കാം കേട്ടോ. നമ്മളെല്ലാം സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. 2 മൂലം കയറൊക്കെ കെട്ടി നമ്മുടെ ബുക്ക് ഇതിനുള്ളിൽ നല്ല ഫിക്സ് ആക്കി തന്നെ ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സീ ക്ലാമ്പ് ഇട്ടിട്ട് കണ്ടില്ലേ, ഈ രീതിയിൽ നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, ഇവനെ ഒന്ന് വലിച്ചു നോക്കാം. ഇത് അത്യാവശ്യം ഒരു കുത്താനുള്ള കയറ്റാട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം. അത്യാവശ്യം ഒരു കയറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് ഇവരെ ഒന്ന് വലിച്ചു നോക്കാം, നമ്മുടെ ബുക്കിന് എത്രത്തോളം പവർ ഉണ്ട്. സനി വരേണ്ടി വരും. അപ്പൊ നമ്മൾ വലിക്കാൻ പോവാട്ടോ. അത്യാവശ്യം കയറി കയറി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് നമ്മൾ വണ്ടി കയറി വരുന്നുണ്ട്. ഈ ബുക്കിന്റെ തലത്തിലായിട്ട് നമ്മൾ വണ്ടി കയറി വരുന്നത്. ആ സ്റ്റിയറിംഗ് വന്നിരിക്കടാ. അയ്യോ, ആ സ്റ്റിയറിംഗ് വന്നിരിക്കട ക്യാമറമാനെ. തിരിക്കി 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 ഇങ്ങോട്ട്. അതല്ലേ എന്നിട്ട് ഇരിക്കടാ, തിരിക്കി. അടിപൊളിയായിട്ട് നമ്മുടെ വണ്ടി കയറി വരുന്നുണ്ട്. കാണാൻ പറ്റും. നമുക്ക് ഒന്നുകൂടി വേക്കെടുത്ത് നോക്കാം, നിങ്ങൾക്ക് കയറ്റി നോക്കാം. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ടെസ്റ്റ് അടിക്കാൻ പോകട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി നല്ല അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കാൻ അപ്പുറം റിസൾട്ടാണ് ഇതിൻ്റെ വരുന്നത്. അപ്പൊ ഗായ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സാധനം ടൈറ്റാക്കി പിടിച്ച് വെച്ച് നമ്മുടെ സാധനം ടൈറ്റാക്കി പിടിച്ചത് അത്യാവശ്യം നല്ല കുത്തനുള്ളൊരു കയറ്റാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സാധനം ഇത് വിട്ടാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ നോക്കി നോക്കാം. വണ്ടി ഇറങ്ങി പോകണ്ടോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വിടറാ. നിങ്ങൾക്ക് കാണാൻ പറ്റും വണ്ടി നല്ല അടിപൊളിയായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് കണ്ടോ.
കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പം ഇതേപോലത്തെ കുറേ പേജുകൾ തമ്മിൽ കൂടിയ നല്ല ബലം ഉണ്ടാവും കേട്ടോ. അപ്പം അത് തെളിയിക്കാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട ദയവ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അതേപോലെ എന്തെങ്കിലും ഒന്ന് പോയി കമൻറ്റ് ചെയ്തേക്ക് ഞങ്ങൾക്ക് സന്തോഷത്തിന്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ അടിപൊളി കുറേ വീഡിയോസ് ഇട്ടുണ്ട്, എല്ലാം പോയി ഒന്ന് കണ്ടേക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.